നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലെ സീലിംഗ് ഭാഗികമായി അടർന്നു വീണു. ശക്തമായ മഴയിൽ ആളൂരിൽ വീട് തകർന്നു വീണു. ചാലക്കുടി പുഴയുടെ അതിരപ്പിള്ളി പിള്ളപ്പാറ ഭാഗത്ത് കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജത്തിനു കീഴിലെ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വിവിധ ചടങ്ങുകളോടെ നടന്നു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ ഇല്ലനിറ ഭക്തിസാന്ദ്രമായി. വാർത്തകൾ വിശദമായി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലെ സീലിംഗ് ഭാഗികമായി അടർന്നു വീണു. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. ഹാളിനുള്ളിലെ സ്റ്റേജിന് മുൻവശത്തെ സീലിംഗിൽ സ്ഥാപിച്ചിരുന്ന ജിപ്സം ബോർഡാണ് ഭാഗികമായി അടർന്ന് നിലംപതിച്ചത്. രാത്രിയിൽ ആളില്ലാത്ത സമയത്തായതിനാൽ അപകടം ഒഴിവായി. ശക്തമായ മഴയിൽ ഈർപ്പം തട്ടിയതാണ് തകർന്നു വീഴാൻ കാരണമെന്ന് സംശയിക്കുന്നു. അതേസമയം ഞായറാഴ്ച കമ്മ്യൂണിറ്റി ഹാളിൽ നടത്താനിരുന്ന യോഗം ഹാളിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇവിടെ നിന്നും മാറ്റി. സമയോചിതമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലാണ് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ സീലിംഗ് അടർന്നു വീഴാൻ ഇടയാക്കിയതെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് വിനയൻ തോട്ടാപ്പിള്ളി ആരോപിച്ചു. ഹാളിൽ പല ഭാഗത്തും ചോർച്ച അനുഭവപ്പെടുന്നുണ്ടെന്നും വിനയൻ പറഞ്ഞു. എത്രയും വേഗം കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വിനയൻ തോട്ടാപ്പിള്ളി ആവശ്യപ്പെട്ടു. കൊടകര പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൊടകര കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഒരു ദയനീയമായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ലക്ഷങ്ങൾ ചെലവാക്കി മെയിൻ്റനൻസ് വർക്ക് ചെയ്ത കമ്മ്യൂണിറ്റി ഹാളിൻ്റെ സീലിംഗ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇത് കാലാകാലങ്ങളായി മെയിൻ്റനൻസ് വർക്ക് നല്ല രീതിയിൽ നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ദുരവസ്ഥ ഈ കമ്മ്യൂണിറ്റി ഹാളിന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ കൊടകര പഞ്ചായത്തിലെ പാവങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏകൊരു ഹാളാണിത്. മെയിൻ ഹാള് ചോർന്നൊലിക്കുകയാണ്. അതുപോലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. അതുപോലെ ഡൈനിങ് ഹാളും ഇന്നലെ ഞാൻ ഫംഗ്ഷന് പങ്കെടുത്തപ്പോൾ കണ്ടതാണ്. ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് ഡൈനിങ് ഹാളിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് കൊടകര പഞ്ചായത്ത് ഇതിൽ ഇടപെട്ട് കമ്മ്യൂണിറ്റി ഹാൾ നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശക്തമായ മഴയിൽ ആളൂരിൽ വീട് തകർന്നു വീണു. ആളൂർ കാരൂർ ഞർലേലി സോജൻ ദേവസിയുടെ ഓടുമഞ്ഞ വീടാണ് തകർന്നു വീണത്. ഞായറാഴ്ച രാവിലെ 7 മണിയോടെ വൻ ശബ്ദത്തോടെ വീടിൻ്റെ അടുക്കള വശം തകർന്നു വീഴുകയായിരുന്നു. ആർക്കും പരിക്കില്ല. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയും മറ്റ് ജനപ്രതിനിധികളും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കൊടകരയിൽ തേക്കുമരം കടപുഴകി വീടിന് മുകളിൽ വീണു. കൊടകര പുത്തുക്കാവ് കാട്ടുപറമ്പൻ ജോർജിന്റെ വീടിന് മുകളിലേക്കാണ് തേക്കുമരം കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാലക്കുടി പുഴയുടെ അതിരപ്പിള്ളി പിള്ളപ്പാറ ഭാഗത്ത് കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. പിള്ളപ്പാറ പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപം ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് പുഴയിൽ ആനയെ കണ്ടത്. ശക്തമായ കുത്തൊഴുക്കിൽ പുഴ മുറിച്ചു കടക്കുന്നതിനിടയിൽ ആന ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പിന്നീട് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആന കരകയറി. 3 മുറി 9ങ്ങൽ സുബ്രഹ്മണ്യ സമാജത്തിനു കീഴിലെ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വിവിധ ചടങ്ങുകളോടെ നടന്നു. വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവയുമുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഉപദേഷ്ടാവ് മണികണ്ഠൻ ശാന്തി, മേൽശാന്തി കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. ടൂറിസം മേഖല പൂർണ്ണമായി സ്തംഭിച്ചെന്നും 30ഓളം കുടുംബങ്ങളുടെ ഉപജീവനമാർഗം പ്രതിസന്ധിയിലായെന്നും പുള്ള് പ്രദേശവാസികൾ. നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന മനക്കൊടി പുള്ള് റോഡ് കഴിഞ്ഞ 2 മാസമായി വെള്ളം കയറി കിടക്കുകയാണ്. ജില്ലയിൽ ഇത്തരത്തിൽ വെള്ളം കയറി യാത്ര മുടങ്ങിക്കിടക്കുന്ന ഏക PWD റോഡാണിത്. വിനോദസഞ്ചാരികളുടെ വരവ് നിലച്ചതോടെ അരിമ്പൂർ, ചാഴൂർ പഞ്ചായത്തിലെ കുട്ടവഞ്ചി സവാരി, പെഡൽ ബോട്ടിംഗ്, കയക്കിംഗ് തുടങ്ങിയ വിനോദ ഉപാധികളും തട്ടുകടകളുടെ പ്രവർത്തനവും പൂർണ്ണമായി സ്തംഭിച്ചു.
30ഓളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് ഓട്ടം നിർത്തുകയും ചെയ്തു. കരുവാലി, കുളവാഴ, ചണ്ടി എന്നിവ മനക്കൊടി പുള്ള് ഇറിഗേഷൻ കനാലിലും പെരുമ്പുഴ കനാലിലും അടിഞ്ഞ് ഒഴുക്ക് നിലച്ചതാണ് വെള്ളക്കെട്ടിന് ഒരു കാരണം. കൂടാതെ കരുവന്നൂർ പുഴയിലെ മുനയംകെട്ട് പൂർണ്ണമായും പൊളിച്ചു നീക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും തുടർച്ചയായി ഏതാനും ദിവസം മഴ പെയ്യുന്നതോടെ KLDC കനാലിൽ വെള്ളം നിറഞ്ഞ് PWD റോഡ് കവിഞ്ഞ് സമീപത്തെ വാര്യം കോൾപ്പടവിലെ കൃഷി നശിക്കുന്നതും ഇവിടെ പതിവാണ്. മനക്കൊടി അയ്യപ്പക്ഷേത്രം മുതൽ പുള്ള് പാലം വരെയുള്ള 1.25 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ് 1 മീറ്ററോളം ഉയർത്തുകയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി ചെയർമാൻ K. രാഗേഷ് പറഞ്ഞു. ടൂറിസം മേഖലയിലെ സ്തംഭനവും വാഹന ഗതാഗത നിരോധനവും ശ്രദ്ധയിൽപ്പെട്ട മുരളി പെരുന്നെല്ലി MLA സ്ഥലം സന്ദർശിച്ചിരുന്നു. MLAയുടെ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരത്തു നിന്നും എത്തിയ KHRI വകുപ്പിലെ ഉദ്യോഗസ്ഥ സംഘം മനക്കൊടി പുള്ള് റോഡിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഇവർ പൊതുമരാമത്ത് വകുപ്പിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റോഡ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മാസങ്ങളായി PWD റോഡ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്ഥിതിക്ക് മന്ത്രിതല ഇടപെടലിലൂടെ പരിഹാരം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കാണാൻ ഒരുങ്ങുകയാണ് സംയുക്ത കർഷക സമിതി. ഒല്ലൂർ അവിടിശ്ശേരിയിലെ തിരുവാഞ്ചിറക്കുളത്തിൽ വീണുപോയ മൊബൈൽ ഫോൺ ഫയർഫോഴ്സ് എത്തി വീണ്ടെടുത്തു നൽകി. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ കുളത്തിൽ കുളിക്കാനെത്തിയ കുരിയച്ചിറ സ്വദേശി ചെറുകുഴക്കുന്നുപറമ്പിൽ വിഘ്നേഷിൻ്റെ റെഡ്മി ഫോൺ കുളത്തിലെ വെള്ളത്തിൽ കയ്യിൽ നിന്ന് വീഴുകയായിരുന്നു. ഏറെ നേരം 20 അടിയോളം താഴ്ചയുള്ള വെള്ളത്തിൽ മുങ്ങി നോക്കിയിട്ടും ഫോൺ കാണാത്തതിനെ തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്കൂബ ടീം അംഗങ്ങളാണ് തിരുവാഞ്ചിറക്കുളത്തിൽ വെള്ളത്തിൽ വീണുപോയ മൊബൈൽ ഫോൺ വീണ്ടെടുത്ത് നൽകിയത്. തൃശ്ശൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ B. വൈശാഖ്, J. ജിബിൻ, അനിൽജിത്ത്, ബിജോയ് ഈനാശു, PD ടെന്നി എന്നിവർ അടങ്ങിയ ടീം എത്തിയാണ് മൊബൈൽ ഫോൺ കുളത്തിൽ നിന്ന് എടുത്ത് ഉടമയ്ക്ക് നൽകിയത്. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ ഇല്ലനിറ ഭക്തിസാന്ദ്രമായി. രാവിലെ 8 മണിക്ക് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് ഗണപതി പൂജയോടെയാണ് ഇല്ലനിറയുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ഇല്ലി, നെല്ലി, അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിവയുടെ ഇലകൾ മണ്ഡപത്തിൽ സമർപ്പിച്ച് ലക്ഷ്മി പൂജയ്ക്ക് തുടക്കം കുറിച്ചു. ലക്ഷ്മി പൂജയുടെ മധ്യേ അരിമാവ് കൊണ്ട് അണിഞ്ഞ് നാക്കിലിൽ തയ്യാറാക്കി ഗോപുരത്തിൽ വെച്ചിരുന്ന പൊൻകതിരുകൾ മേൽശാന്തി തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി. കുത്തുവിളക്കിൻ്റെയും മണിനാഥത്തിൻ്റെയും ശംഖനാഥത്തിൻ്റെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ മേൽശാന്തിമാർ കതിർക്കറ്റകൾ ശിരസിലേറ്റി ക്ഷേത്ര മതിൽക്കകത്ത് പ്രദക്ഷിണം വെച്ച് കതിരുകളെ ചുറ്റിനകത്തേക്ക് എഴുന്നള്ളിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ പ്രദക്ഷിണം ചെയ്ത് കതിർക്കറ്റകളെ നമസ്കാര മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു. അവിടെ വെച്ച് ലക്ഷ്മി പൂജ പൂർത്തിയാക്കിയ ശേഷം പൂജിച്ച കതിരുകൾ ശ്രീകോവിലിൽ ശാസ്താവിന് സമർപ്പിച്ചു. ക്ഷേത്ര പത്തായപ്പുരയിലും നെല്ലറയിലും മറ്റും കതിരുകൾ സമർപ്പിച്ചതിന് ശേഷം നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി. പ്രസാദമായി ലഭിച്ച കതിരുകൾ സ്വന്തം ഗൃഹങ്ങളിൽ നിലവിളക്കിൻ്റെ സാന്നിധ്യത്തിൽ സ്ഥാപിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ക്ഷേത്ര മേൽശാന്തിമാരായ കൂറ്റംവെള്ളി പത്മനാഭൻ നമ്പൂതിരി, മൂർക്കനാട് മന മോഹനൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. പാറേക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുബാലസഖ്യം യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം വികാരി ഫാദർ ജേസൺ പാറേക്കാട്ട് നിർവഹിച്ചു. മതബോധന പ്രധാനാധ്യാപകൻ CP ജോബി അധ്യക്ഷത വഹിച്ചു. മദർ സിസ്റ്റർ റാണി ഗ്രേസ്, സിസ്റ്റർ ഗ്രേസ്മി, സിമി ജോബ്, ഗ്ലേസ് ബെന്നി, ജിൻസി ജാക്സൺ, റീമ ജോണി എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9160 രൂപ, പവന് 73,280 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലെ സീലിംഗ് ഭാഗികമായി അടർന്നു വീണു. ശക്തമായ മഴയിൽ ആളൂരിൽ വീട് തകർന്നു വീണു. ചാലക്കുടി പുഴയുടെ അതിരപ്പിള്ളി പിള്ളപ്പാറ ഭാഗത്ത് കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. മൂന്നുമുറി ഒമ്പതിങ്ങൽ സുബ്രഹ്മണ്യ സമാജത്തിനു കീഴിലെ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വിവിധ ചടങ്ങുകളോടെ നടന്നു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ ഇല്ലനിറ ഭക്തിസാന്ദ്രമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.